മധുവിധു ആഘോഷത്തിനായി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ഡോക്ടർ ദമ്പതിമാർ ഉൾപ്പെടെയുള്ള 4 സംഘം ജൂലൈ മാസം 26-ാം തീയതിയാണ് ചൂരൽമല ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരു ഹോം സ്റ്റേയിലെത്തിയത്. ആ ഹോം സ്റ്റേയിലെത്തിയ ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാര, അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയദർശിനി, ഇപ്പോൾ അവർ ഭുവനേശ്വറിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ലെക്ചറായിരുന്നു. അവർക്കൊപ്പം ഡോക്ടർ സ്വാതിൻ പാണ്ഡെ, അദ്ദേഹം ഭുവനേശ്വറിലെ ഹൈടെക് മെഡിക്കൽ കോളേജിലെ അവസാന വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിസുത വധു ഡോക്ടർ സുകൃതി മഹാപത്ര, ഇങ്ങനെ 4 പേരടങ്ങുന്ന സംഘമായിരുന്നു കഴിഞ്ഞ 26-ാം തീയതി ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും അതോടൊപ്പം തന്നെ പുഞ്ചിരിമഠത്തിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. പക്ഷേ 4 ദിവസങ്ങൾക്കപ്പുറം ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ ഇരകളായി മാറി അവർ. അതിൽ 2 പേർ മാത്രമാണ് ഇനി സ്വന്തം മണ്ണിലേക്ക്, ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് തിരികെ മടങ്ങുന്നത്. പ്രിയദർശിനി പോളിന്റെ ഭർത്താവ് ഡോക്ടർ വിഷ്ണു പ്രസാദ് ചിനാരയുടെ മൃതദേഹം ഈ ദുരന്തമുണ്ടായി 2 ദിവസങ്ങൾക്ക് അപ്പുറം ഈ ചൂരൽമലയ്ക്ക് സമീപത്ത് നിന്ന് ബെയിലി പാലം പണിതിരിക്കുന്നതിന് തൊട്ടപ്പുറത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഡോക്ടർ സ്വാതിൻ പാണ്ഡെയെ സംബന്ധിച്ച യാതൊരു സൂചനകളുമില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. സ്വാതിൻ പാണ്ഡെയുടെ കുടുംബാംഗങ്ങളെ അടക്കം ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവിടേക്ക് എത്തിച്ച് അവരുടെ രക്തസാമ്പിളുകൾ അടക്കം DNA പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ 2 പേരായിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടത്. അതായത് ഈ ഹോം സ്റ്റേ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് കുറച്ചധിക ദൂരത്തിലാണ് ഈ സ്കൂൾ കെട്ടിടം ഉള്ളത്. ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ ഇടയിൽ പില്ലറുകളുണ്ട്. ആ പില്ലറുകളുടെ ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു 2 പേരെ, പ്രിയദർശിനി പോൾ, അതോടൊപ്പം തന്നെ ഡോക്ടർ സുഗതി മഹാപത്ര, ഈ 2 പേരെ ഈ വലിയ കെട്ടിടത്തിന്റെ ഇടയിലെ തൂണുകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെടുത്തത്. സ്വാഭാവികമായി അത്തരമൊരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർ 2 പേരും മുക്തരായിട്ടില്ല. അതിൽ ഒരാൾ ഡോക്ടർ സുകൃതി മഹാപാത്ര ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അവർക്ക് ആവശ്യമായ വൈദ്യസഹായം, അതായത് സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കാരണം 20 മിനിറ്റ് കൂടി വൈകിയായിരുന്നു അവർ ആശുപത്രിയിൽ എത്തിയിരുന്നതെങ്കിൽ ജീവൻ തന്നെ നഷ്ടമായേക്കുമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആ സങ്കീർണമായ ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കി കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് ആ ഒരു ആശ്വാസത്തിലായിരിക്കുമ്പോഴും തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന ഡോക്ടർ സ്വാതിൻ പാണ്ഡ ഇപ്പോൾ ഇല്ല എന്ന കാര്യം സുകൃതി മഹാപത്രയ്ക്ക് അറിയില്ല. ആ വലിയൊരു നോവ് അതെങ്ങനെ പറഞ്ഞ് അറിയിക്കുമെന്ന കാര്യം സുഹൃത്തുക്കൾക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഒന്നും അറിയില്ല. ആ വേദന അവർ ഞങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു. പ്രിയദർശിനി പോലും വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ആ ചികിത്സയ്ക്കൊക്കെ ശേഷം തിരികെ ഒഡീഷയിലെ ഭുവനേശ്വറിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ സുകൃതി മഹാപാത്ര ആരോഗ്യനില വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ അവർ എപ്പോൾ അവരോട് തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരുന്ന സ്വാതിൻ പാണ്ഡെ ഇനി ഇല്ല, അതൊരു ഓർമ്മ മാത്രമായി എന്ന കാര്യം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ സുകൃതിയുടെ സഹോദരി ന്യൂസ് 18നോട് പ്രതികരിച്ചത് പിന്നീട് ഇങ്ങനെയായിരുന്നു. Currently she is better, she is improving slowly, but still there is a chance of infection, and like she is having fracture in her right leg also. So for that we are gonna planning for any procedure for the surgery, and yeah, if she will eat nicely, then definitely she is gonna improve. Her immunity is low, so yeah. It's a sophisticated case. Doctors told us like so. There is bronchoscopy. Yes. When the moment they have taken her, initially her condition was so bad. So I was on a call. At that time I was in Odisha. So I had a word with doctors. So like they like initially no hope or something like that. And continuously, because she had lot of mud water she drank. So they have done bronchoscopy like almost 4 to 5 times, and they have taken all the mud water from lungs as well as from the stomach. And they were like, okay, like slowly she will recover, and due to the like bronchoscopy they have done, so like the infection was like decreased almost 60 to 70%. Actually 4 persons was here from Odisha for this visit. Only 2 remains.
No, 4 people are there. 1, 2 they have rescued from the landslide area. One was my sister, like serious condition. She was in ventilator. Other was like she had so many injury on her face, but I don't know any fractures or something. And other 2 male. One is we got a news that he is dead, and others still missing. So we don't have any information about him. Okay, we are praying for this getting better of this particular person, Sukriti. Okay, thank you for joining with us. Okay, എന്തായാലും വലിയൊരു ദുരന്തത്തെ അതിജീവിക്കുകയാണ്. 4 പേരാണ് ഒഡീഷയിൽ നിന്ന് ഇവിടേക്ക് ഈ മേഖലകൾ കാണാനായി എത്തിയത്. പക്ഷേ ആ ദുരന്തം, ആ വിധി അവരെ ആ ഒരു മഹാദുരന്തത്തിൽ 4 പേരെയും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിൽ 2 പേർ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ 2 പേർ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ശേഷിക്കുന്ന 2 പേരിൽ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന സുകൃതിക്ക് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ്, മറ്റ് നടപടിക്രമങ്ങളിലൂടെയാണ് ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ ചെളി പുറത്ത് എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിർണായകമായ മണിക്കൂറുകൾ പിന്നിട്ടാണ് സുകൃതി ജീവിതത്തിലേക്ക് മടങ്ങുന്നത്. 20 മിനിറ്റ് കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ സുകൃതിയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നുവെന്നാണ് മൂപ്പൻസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.